ബാരാമുള്ളയിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി എത്തിയിട്ടുണ്ട്. അവിടെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെയുള്ള അവസ്ഥ നേരിട്ട് അറിയാൻ ബൽറാമിന് കഴിഞ്ഞിട്ടുണ്ട്. ബൽറാം വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, ബാരാമുള്ളയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ അതിർത്തി ഗ്രാമങ്ങൾ ശാന്തമാണോ? അവിടെ ഏതെല്ലാം രീതിയിലുള്ള മുൻകരുതലുകളും അലർട്ടുകളുമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പാകിസ്ഥാൻ്റെ അഡ്വഞ്ചറിസം അവിടെ ബാരാമുള്ളയിലുണ്ടോ? എസ് കെ എൻ, ഞാനിപ്പോൾ ഉള്ളത് ബാരാമുള്ളയിലാണ്. ബാരാമുള്ളയിൽ ജനജീവിതം ഇപ്പോൾ നേരം പുലർന്നപ്പോൾ സാധാരണ നിലയിൽ തന്നെ ആയിരിക്കുന്നു. ഇന്നലെ വലിയൊരു ആശങ്കയുടെ രാത്രിയായിരുന്നു ബാരാമുള്ളയിൽ. ഇന്നലെ നമ്മൾ ഈ വൈകിട്ട് വാർത്ത നൽകുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം ആരംഭിച്ച ഇടങ്ങളിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബാരാമുള്ള. അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ കനത്ത ഷെല്ലാക്രമണം ഉണ്ട്. അല്പസമയം മുമ്പ് പോലും കുപ്വാരയടക്കമുള്ള ഇടങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ നഗരപ്രദേശങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ആളുകളെല്ലാം തന്നെ പതിവ് പോലെ പുറത്തിറങ്ങിയിരിക്കുന്നു. സാധാരണ മറ്റൊരു ദിനം പോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനവും. കഴിഞ്ഞ രാത്രി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രദേശത്ത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. രാവിലെ 5:30 വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. टेंशन है लोगों को। कल रात तो इधर भी ब्लैकआउट पूरा था। डर है लोगों का? हाँ, डर तो है ही है, और क्या करेंगे? क्या करेगा? बस ही ऊपर वाले से मांगते हैं कि ठीक हो जाएगा, हालात ठीक हो जाएगा, काबू पाएगा, जंग नहीं होना चाहिए, क्योंकि वहाँ भी मतलब मरते हैं सिविलियन लोग मरेंगे, चाहे कोई किस मज़हब का होगा, तो सब तो इंसान ही है। अभी तो नॉर्मल है इस वक्त लगता है नॉर्मल है। हाँ, എസ് കെ എൻ, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആശങ്കയുണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയവും കടന്നു പോകും. പ്രാർത്ഥിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നിലയിലേക്ക് എല്ലാ സർവീസുകളും, ബസ് സർവീസുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള പോറൽ പോലും ഇന്ത്യയിൽ എവിടെയും വരുത്താൻ പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ വാർത്താക്കുറിപ്പിലും ഈ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എസ് കെ എൻ, എന്നാൽ അതിർത്തി മേഖലകളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ബാരാമുള്ള, ഉറി, മെന്ദർ അടക്കമുള്ള, കുപ്വാര അടക്കമുള്ള അതിർത്തി മേഖലകളിലെ ഗ്രാമങ്ങൾക്ക് നേരെ കടുത്ത ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. ഇന്ന് പുലരും വരെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് പോലും അവിടെ ഷെല്ലാക്രമണം നടക്കുകയാണ്. വലിയ ആഘാതം തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ തുടർന്ന് ജനവാസ മേഖലകൾ തെരഞ്ഞെടുത്ത് ജനങ്ങളെ ആഘാതമുണ്ടാക്കാൻ, ആൾനാശമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ തുടർച്ചയായുള്ള 3-ാം ദിവസവും നടത്തിയിരിക്കുന്നത്. അതിന് തക്കതായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നു. എന്നാൽ നാശനഷ്ടങ്ങളുടെ കണക്ക്, എത്ര പേർ ആൾനാശമുണ്ടായത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഔദ്യോഗികമായി ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഷെല്ലാക്രമണത്തിൽ ഷെല്ലിന്റെ ചീൾ തുളച്ചു കയറിയാണ് ഒരാൾ മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് കൂടുതലായി അതിർത്തി മേഖലകളിൽ നിന്നും. എന്നാൽ സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഈ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതുവരെയും അതിർത്തി മേഖലകളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല സുരക്ഷാ സേന. അത് സുരക്ഷ മുൻനിർത്തി തന്നെയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണങ്ങൾ ഇപ്പോഴും അതിർത്തി മേഖലയിൽ തുടരുകയാണ്. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടർച്ചയായി വീണ്ടും ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി തന്നെ കനത്ത പരാജയം പാകിസ്ഥാൻ നേരിട്ടു. സ്വന്തം ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നിട്ടും പാകിസ്ഥാൻ പുലർച്ചെ കൂടി ജമ്മു മേഖലയിൽ വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു. കുപ്വാര മേഖലയിൽ സമാനമായ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡ്രോണുകൾ ജനവാസ മേഖലയിലേക്ക് പോലും പറഞ്ഞയക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം മുൻനിർത്തി, ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഒഴിപ്പിക്കൽ നടപടികൾ കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പീരങ്കി. ഈ ബാരാമുള്ളയിലെ പ്രഭാതം കുറച്ചുകൂടി പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ പലതും അശാന്തമാണെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ ബാരാമുള്ള ശാന്തമാണോ എന്ന് അറിയാൻ വേണ്ടി ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ നമ്മുടെ ക്യാമറാമാനോട് പറയുക. എസ് കെ എൻ, ആ ദൃശ്യങ്ങളാണ് എസ് കെ എൻ ഇപ്പോൾ കാണുന്നത്. സാധാരണ നിലയിൽ ആളുകൾ കടകൾ തുറക്കുന്നു, ജനജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം സാധാരണ നിലയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാം തന്നെ സാധാരണ നിലയിലാണ്. ആശങ്ക, അതൊരു നേരിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത ഇന്നലെ രാത്രി കാത്തു സൂക്ഷിച്ചതാണ്. ഒരു പോറൽ
പോലും ഏൽക്കാതെ ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഒപ്പം തന്നെ മിസൈൽ ആക്രമണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്, ചെറുത്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ സാധാരണ നിലയിൽ കടകൾ തുറന്നു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണോ രാവിലെ സാധാരണ ഒരു ദിവസം രാവിലെ ഇവിടെ ഉണ്ടാകാറ്, അതുപോലെ തന്നെ മറ്റൊരു ദിവസമാണ് ഈ മേഖലയിൽ. അത്രത്തോളം ആത്മവിശ്വാസം ജനങ്ങൾക്ക് പകരാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ പൂർണ്ണ വിശ്വാസം അവരിൽ അർപ്പിക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ ആക്രമണം നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ, എങ്കിൽ പോലും ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും സാധാരണ നിലയിൽ തന്നെയാണ് ജനങ്ങൾ എല്ലാവരും തന്നെ അവരുടെ വീടുകളിൽ. ഭയ്യ कैसे है इधर स्थिति? तो कल ब्लैकआउट हुआ था रात में, अभी कैसे है? अभी सर हालात ठीक है सर। डर है? डर होना चाहिए सर, किस बात का डर नहीं होगा सर, डर तो होना चाहिए सर। तो इस बार तो तीसरा दिन पाकिस्तान से मिसाइल अटैक ये हुआ है बॉर्डर में LOC के पास, ये हम नहीं कह सकते हैं सर। इधर डर है? डर है सर, डर किस बात का नहीं होगा सर, मैंने पहले ही बताया। अभी तो नॉर्मल है? अभी तो नॉर्मल है सर, गाड़ियाँ वाड़ियाँ चल रही है सर, अभी तो नॉर्मल है फिलहाल। भैया आपको? मैं क्या बोलूँगा, अभी कैसे है? नॉर्मल? अभी नॉर्मल है, देखेंगे कैसे हालात हो जाएंगे। रात में कल तो ब्लैकआउट? हाँ, कल तो ब्लैकआउट जम्मू में था, फिर परेशानी होती है और क्या। देखो, हम अल्लाह से प्रार्थना करते हैं हालात ठीक होना चाहिए, ये हमारे मसला होता है, गरीब भी परेशान होता है, क्या करेंगे यार। SKN എല്ലാവരിലും ഈ ആശങ്കയുണ്ട്. ഇവിടെ ഇന്നലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. രാത്രി പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. പുലർച്ചെ 5:30 കൂടിയാണ് വെളിച്ചം ഇവിടെ എത്തിയത്. എങ്കിൽ പോലും ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖല, നഗര മേഖലകളിൽ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലുള്ള പോറലും ഏറ്റിട്ടില്ല. ഈ ബാരാമുള്ളയിലെ LOCയോട് ചേർന്ന മേഖലയിൽ, അതായത് ഏതാണ്ട് 3 കിലോമീറ്റർ പരിധിയിൽ LOCയിൽ നിന്നുള്ള ഭാഗത്താണ് പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതാണ് ആ പരിധി. അവിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ സാധാരണ നിലയിൽ തന്നെയാണ്. അതിർത്തിയിലെ ജനങ്ങളെ വലിയൊരു പരിധിവരെ മാറ്റിപ്പാർപ്പിക്കാൻ നമ്മുടെ സൈനിക സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. BSFനെയും CRPFനെയും ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു. അവർ അവരുടെ ദൗത്യം കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പല ജനങ്ങളും സ്വന്തം നിലയ്ക്ക് തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ നിലയിൽ തന്നെയാണ് ഇവിടെയുള്ള ജനജീവിതം. വാഹനങ്ങളും മറ്റും സാധാരണ നിലയിൽ സഞ്ചരിക്കുന്നു. ജനങ്ങൾ മറ്റൊരു സാധാരണ ദിനം പോലെ തന്നെയാണ് അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. ബസ് സർവീസുകൾ, മറ്റ് സർവീസുകൾ എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകൾക്ക് കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ചും മറ്റ് സാഹചര്യങ്ങൾ പരിഗണിച്ചും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഞായറാഴ്ച വരെ. അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ കാര്യങ്ങളും സാധാരണ നിലയിൽ തന്നെയാണ്. എങ്കിൽ പോലും ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് മറ്റ് ആളുകളുടെ ജീവനുകൾ, അതിർത്തിയിലുള്ള ആളുകളുടെ ജീവിതം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവർ ആ ആശങ്ക പങ്കുവയ്ക്കുന്നത്. മറ്റെല്ലാ തരത്തിലും എല്ലാ സേവനങ്ങളും സാധാരണ ഒരു ദിവസം പോലെ കടന്നു പോകുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്നലെ തൊടുത്തുവിട്ട ആയുധങ്ങൾ അവ ലക്ഷ്യം കണ്ടിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധം അത് കൃത്യമായി തന്നെ കടമ നിർവഹിച്ചിരിക്കുന്നു. പാകിസ്ഥാന് ഒരു തരിമ്പ് പോലും ആഘാതമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നമ്മുടെ സൈനിക വിഭാഗങ്ങൾ കൃത്യമായ ദൗത്യം നിർവഹിച്ചിരിക്കുകയാണ്. സാധാരണ ദിനം പോലെ തന്നെയാണ് ഈ അതിർത്തി ജില്ലയായ ബാരാമുള്ളയിലും ജനജീവിതം ഈ ഒരു ഘട്ടത്തിലുമുള്ളത്. എന്നാൽ SKN അപ്പോഴും പറയേണ്ടി വരുന്നു, അതിർത്തിയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. LOCയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ, സാധാരണ ജനങ്ങൾ വസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ജനവാസ മേഖലകൾ തിരിച്ചറിഞ്ഞ് പാകിസ്ഥാൻ ഇന്നലെ രാത്രിയും കൊടും ആക്രമണം നടത്തിയിരിക്കുന്നു. 8 മേഖലകളിലാണ്, 8 സെക്ടറുകളിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ബാരാമുള്ളയും ഉറിയും മെന്തറും കുപ്വാരയും ജമ്മുവും അടക്കമുള്ള ഇടങ്ങളിൽ. പൂഞ്ചിൽ ആക്രമണം അല്പസമയം മുമ്പ് പോലും പാകിസ്ഥാന്റെ വെടിവെപ്പ് ഉണ്ടായിരുന്നു. പീരങ്കി ആക്രമണം പാകിസ്ഥാൻ പൂഞ്ചിൽ തുടരുകയാണ്. വലിയ തോതിൽ ആഘാതമുണ്ടായ ഒരു പ്രദേശം കൂടിയാണ് ജമ്മു സെക്ടർ. 16 പേരാണ് അവിടെ ആദ്യ ദിവസത്തെ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 59ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയുണ്ടായ ഈ ഒരു ആക്രമണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്.
മറ്റിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. അതിർത്തിയോട് ചേർന്ന നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അതേസമയം വ്യത്യസ്തമാണ്. പാകിസ്ഥാൻ വലിയ തോതിലുള്ള ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും വിവരങ്ങളും വരേണ്ടതുണ്ട്. സൈന്യം ഈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് അവിടേക്ക് ആരെയും പ്രവേശനം അനുവദിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ സുരക്ഷാ സാഹചര്യങ്ങൾ, അവിടുത്തെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അതിർത്തിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. SKN.